ഫാം ടൂറിസത്തിന്റെ മറവിൽ ഹരിപ്പാട്ട് ഭൂമാഫിയ കോടികൾ ലാഭം കൊയ്യാനൊരുങ്ങുന്നു. ടൂറിസം പദ്ധതിയുടെ മറവിൽ സർക്കാർ ചെലവിൽ സ്വകാര്യ ഭൂവുടമകൾ നികത്തിയ പാടശേഖരത്തിലേക്ക് വഴി നിർമ്മിച്ചു നൽകാൻ ശ്രമം തുടങ്ങി. പദ്ധതി പ്രാവർത്തികമാക്കുന്നതോടെ കോടികളുടെ ലാഭമാണ് ഭൂവുടമകൾക്ക് ലഭിക്കുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഇന്നു മുതൽ ഹരിപ്പാട് നെൽപ്പുരക്കടവിൽ സർക്കാരിന്റെ ഫാം ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണ്. ടൂറിസം വകുപ്പ് പദ്ധതിക്കായി മുടക്കുന്നത് 1 കോടി രൂപ. പദ്ധതിയെക്കുറിച്ച് ജനമറിഞ്ഞത് രണ്ടാഴ്ച മുൻപാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില സ്വകാര്യ വ്യക്തികൾ മാസങ്ങൾക്ക് മുമ്പേ ഇത് മനസ്സിലാക്കി. പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ 4 ഏക്കർ നെൽപ്പാടം ഇവർ വാങ്ങിക്കൂട്ടി. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി പാടത്തിന് നടുവിലൂടെ റോഡിന് സമാനമായ പാതകൾ സൃഷ്ടിച്ചു. നാട്ടുകാരുടെ പരാതി സ്ഥിരമായി ഉയർന്നപ്പോൾ കളക്ടർ നേരിട്ടിടപെട്ട് പ്രഹസനം പോലെ ചില പരിശോധനകൾ നടത്തി. പക്ഷേ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ നിലം നികത്തൽ നിർബാധം തുടർന്നു. നെൽക്കതിരുകൾ വിരിഞ്ഞ പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തപ്പെട്ടു. ഇവിടെ ഭൂമാഫിയയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ലാഭമുണ്ടാക്കുന്നതിനും ഭൂമി കച്ചവടം നടത്തുന്നതിനും വേണ്ടിയുള്ള ഒരു കളവൊരുക്കുകയാണ് ഇവിടുത്തെ ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് പദ്ധതി ഇവിടെ ആരംഭിക്കുമ്പോൾ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത് സ്വകാര്യ മുതലാളിമാർക്കാണ്. പദ്ധതിയുടെ ഭാഗമായി പ്രധാന പാതയിൽ നിന്ന് സർക്കാർ നിർമ്മിക്കുന്ന ടൈൽ പാകിയ പാത ചെന്ന് അവസാനിക്കുന്നതാകട്ടെ സ്വകാര്യ വ്യക്തികളുടെ പാടശേഖരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പാതയിലേക്ക്. ചുരുക്കം പറഞ്ഞാൽ സർക്കാർ ചിലവിൽ സ്വകാര്യ വ്യക്തികൾക്ക് വഴി. സ്ഥലത്തിന്റെ മൂല്യമാകട്ടെ പദ്ധതി വരുന്നതിന്റെ ഭാഗമായി വാങ്ങിയതിൽ നിന്ന് 10 മടങ്ങ് ഉയരുകയാണ്. ഫാം ടൂറിസം എന്ന പദ്ധതിക്ക് പേര് നൽകിയിട്ടുണ്ടെങ്കിലും തരിച്ചു ഭൂമിയായി കിടക്കുന്ന പാടശേഖരത്ത് കൃഷി ഇറക്കുന്നതിനായി 1 രൂപ പോലും പദ്ധതിയിൽ മാറ്റിവെച്ചിട്ടില്ല എന്നതാണ് വിചിത്രം. ഫാം ടൂറിസം എന്ന പേരിൽ സർക്കാർ കോടികൾ ചിലവാക്കി ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഓണാട്ടുകര പാടശേഖരത്തിൽ ഇന്ന് 1 സെന്റ് ഭൂമി പോലും കൃഷിയുള്ളതായില്ല. പക്ഷേ ഒരുങ്ങിക്കിടക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ നിലം നികത്തിയ ഈ ഭൂമിയാണ്. ഓണാട്ടുകര പാടശേഖരത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.